നാളെ നീ അറിയപ്പെടുന്ന പദവിയിലേക്ക് എത്തുമ്പോൾ ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തെ തള്ളിപ്പറയുന്നവരെ കൂട്ടത്തിൽ നീ ഉണ്ടാകരുത്. ആദിത്യ, ഒരു ഡോക്ടറുടെ ദൗത്യം മരണത്തെ തടയുക മാത്രമല്ല, ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്തുക കൂടെയാണെന്ന ഉത്ബോധം നിനക്കുണ്ടെങ്കിൽ ഏത് കാഠിന്യ രോഗത്തെയും അതികടക്കാൻ നിനക്കാകും. സംസ്ഥാനത്ത് നാളെ മെഡിക്കൽ പ്രവേശന നടപടികൾ ആരംഭിക്കുന്നു. യോഗ്യരായ വിദ്യാർത്ഥികൾ നിർബന്ധമായും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി ഹാജരാകണമെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു. நீ என்ன இங்க? எப்படிடா இருக்க? கங்க்ராச்சுலேஷன்ஸ் மேன், என்ட்ரன்ஸுக்கெல்லாம் ரேங்க் கிடச்சிருக்கு. நம்ம கம்யூனிட்டியில் தானே ஜாயின் பண்ணியிருக்க. இனிமேல் நல்லா சம்பாதிக்கலாம். ஒரு கோவிட் பேஷண்ட்டை அட்மிட் பண்ணுறதுக்கே 1 லட்சம் ரூபா வாங்குகிறோம். அப்போ எவ்வளோ சம்பாதிக்கலாம். அப்போ கண்டிப்பாக ட்ரீட்டு கொடுத்து தான் ஆகணும். ஓகே ആദിത്യൻ, டேய் மச்சான், கவலைப்படாதடா. எனக்கு தெரிஞ்ச ஒரு டாக்டர் இருக்காங்க. அவங்க ஹோமியோபதி டாக்டர். அவங்கக்கிட்ட ஆசனிக்கம்னு சொல்லி ஏதோ மருந்து இருக்கான். அது கோவிடுக்கு நல்லா யூஸ் ஆகுதுன்னெல்லாம் நான் கேள்விப்பட்டிருக்கேன். നീ എതുക്കും അവങ്ങളെ ഒന്ന് പോയി പാത്ത് പാര്. പേടിക്കണ്ടോ, ഈ വാക്സിനിലൊക്കെ ഡെഡ് ഓർ ഇനാക്റ്റീവ് മൈക്രോബ്സിനെ ഇഞ്ചെക്ട് ചെയ്തിട്ട് ബോഡിയുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുകയല്ലേ. ഹോമിയോപ്പതി മരുന്നുകൾ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന പ്രകൃതിയിലെ മറ്റു പദാർത്ഥങ്ങളെ പൊട്ടൻറ്റൈസ് എന്ന പ്രക്രിയയിലൂടെ മനുഷ്യ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി ഉയർത്താൻ സഹായിക്കുന്നു എന്ന് മാത്രം. ഇതൊരു രോഗാണുവോ രാസപദാർത്ഥമോ അല്ലാത്തതുകൊണ്ട് സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്ന ഭയവും വേണ്ട. ഈ മെഡിസിൻ താൻ കഴിക്കുക, എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് നോക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ പേർ ആശ്രയിക്കുന്ന രണ്ടാമത്തെ വൈദ്യശാസ്ത്ര ശാഖയാണ് ഹോമിയോപ്പതി. ഈ വൈദ്യശാസ്ത്ര ശാഖയെ അടുത്തെറിഞ്ഞവരാണ് നമ്മിൽ പലരും. പാർശ്വഫലങ്ങളില്ലാത്തതും ശിശുജന്യ രോഗങ്ങൾക്കും മാനസികാരോഗ്യ ചികിത്സ പോലുള്ള പല മാരക രോഗങ്ങൾക്കും ഏറെ ഫലപ്രദമാണ് ഈ ചികിത്സാ രീതിയെന്ന് ഇന്നത്തെ സമൂഹം തിരിച്ചറിഞ്ഞതാണ്. ആയതിനാൽ ഈ വൈദ്യശാസ്ത്ര ശാഖയെ മെച്ചപ്പെടുത്തുവാനും സാധാരണക്കാരന് ഉപയോഗപ്രദമാവാനും നമ്മളിൽ ഓരോരുത്തരും തയ്യാറാവണമെന്ന് ഈ ഹ്രസ്വദൃശ്യത്തിലൂടെ സസ്നേഹം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.